ആ കയ്പിൻ്റെ ആഴം എന്നുള്ളത് അതിഭയങ്കരമാണ്. മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞൊന്നും വരികയില്ല. അപ്പുറത്ത് ഇരിക്കുന്ന ആർക്കും, കൂടെ ഇരിക്കുന്നവർക്കും, കൂടെ താമസിക്കുന്നവർക്കും ഒരു പക്ഷെ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ യഥാർത്ഥമായി അറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഈ പകൽ നാം ഇവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലതിന്റെ മുറിവുകളെ സ്വർഗം കെട്ടുകയാ. ആന്തരികമായ ചില മുറിവുകൾ, നിന്റെ മനസ്സിനകത്തുള്ള മുറിവുകൾ, ഹൃദയത്തിനകത്തുള്ള മുറിവുകൾ, ശരീരത്തിനകത്തുള്ള മുറിവുകൾ, നിന്റെ കുടുംബത്തിനകത്തുള്ള മുറിവുകൾ, ആ മുറിവ് കെട്ടുന്ന ദൈവം, അവൻ സൗഖ്യദായകൻ. അവന്റെ കരം ചിലരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ചലിക്കുക. യേശുവിന്റെ നാമത്തിൽ അവൻ ചിലതിനെ തൊട്ട് സൗഖ്യമായേക്കുക. യേശുവിന്റെ നാമത്തിൽ വന്ന പോലെ തിരിച്ചു പോകാൻ ഇടവരികയില്ല. അവൻ ചിലതിന് അവന് യഥാസ്ഥാനത്താക്കേണ്ടതുണ്ട്. ചിലതിന് ഫലം കൊടുക്കത്തക്ക നിലയിൽ ചിലതിനെ അവന് പണിതെടുക്കേണ്ടതുണ്ട്. ഈ കൈപ്പേറിയത് ഇന്നത്തെ കൈപ്പിന്റെ അനുഭവങ്ങൾ, നീ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, തകർന്നെന്ന് തോന്നുന്ന അനുഭവങ്ങൾ നിന്നെ മുടിച്ചു കളയുവാനല്ല. അപ്പനൊരാഗ്രഹമുണ്ട്. അവൻ നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഓ ഗ്ലോറി ടു ഗോഡ്. ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചാട്ടെ. ആ ഇരുകരങ്ങളൊന്ന് ചേർത്തടിച്ച് അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ.